നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയെ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിലെ പ്രത്യേക NIA കോടതി അർദ്ധരാത്രി 2 മണിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കനത്ത സുരക്ഷയിൽ റാണയെ NIA ആസ്ഥാനത്തേക്ക് മാറ്റി. വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. തൃശൂർ മാളയിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ചെറുത്ത 6 വയസ്സുകാരനെ 22-കാരൻ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തി. കുഴൂർ തിരുമുക്കളം സ്വദേശി അജീഷിന്റെ മകൻ ആബേലിനെയാണ് കൊലപ്പെടുത്തിയത്. കുഴൂർ സ്വദേശി ജോജോ മാള പോലീസിന്റെ പിടിയിലായി. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ആംബുലൻസ് ഡ്രൈവർ നൌഫലിനുള്ള ശിക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ കഴിയുന്ന 6 പേരുടെ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കൊല്ലം മുൻ DCC പ്രസിഡന്റുമായ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 4:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വീക്ഷണത്തിന്റെ മാനേജിംഗ് എഡിറ്റർ. മുനമ്പം ഭൂമി കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വഖഫ് ബോർഡ് 2019 പുറത്തിറക്കിയ ഉത്തരവാണ് ട്രിബ്യൂണൽ ഇന്ന് പരിശോധിക്കുന്നത്. മുനമ്പത്തെ ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കുവാൻ ട്രിബ്യൂണൽ ഇന്നലെ തീരുമാനിച്ചു. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടായെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല. പ്രധാന സൂചികകൾ വീണ്ടും മലക്കം മറിഞ്ഞു. അതേസമയം ചൈനയ്ക്കെതിരെ അമേരിക്കൻ തീരുവ 145% വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി 2 സുപ്രധാന യൂണിവേഴ്സിറ്റികളുടെ കൂടി ഫണ്ട് റദ്ദാക്കി US ഭരണകൂടം. കോർണൽ യൂണിവേഴ്സിറ്റിയുടെ $100 കോടി നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ $790 ദശലക്ഷം സഹായമാണ് റദ്ദാക്കിയത്. പൗരാവകാശം ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടിയെന്നും വൈറ്റ് ഹൗസ്. ഇടുക്കി നെടുങ്കണ്ടത്തെ എക്സൈസിന്റെ ചാരായ വേട്ട. ജീപ്പിൽ കടത്തിക്കൊണ്ടുവന്ന 10 ലിറ്റർ ചാരായം പിടികൂടി. മാവറ സിറ്റി കോലംകുഴിയിൽ മാത്യു ജോസഫിനെ അറസ്റ്റ് ചെയ്തു. പ്രതി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചക്കുംകടവ് സ്വദേശി ഫാസിലിനെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയത്. പോലീസ് പട്രോളിംഗിനിടെ ആനി ഹോൾ റോഡിനടുത്തുള്ള ബാറിന് സമീപത്ത് സംശയാസ്പദമായി കണ്ട ഫാസിലിനെ പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയിൽ നിന്നും പോലീസ് 11 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. കൊല്ലം കണ്ണനല്ലൂരിൽ 8.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണനല്ലൂർ സ്വദേശി സംഗീതിനെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഗീതിന്റെ കണ്ണനല്ലൂരിലെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഗീതും സുഹൃത്തുക്കളും ചേർന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി കഞ്ചാവ് നിറയ്ക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം എത്തിയത്. റെയ്ഡിനിടെ എക്സൈസുകാരെ പ്രതികൾ ആക്രമിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സംഗീതിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കണ്ണൂർ കൂത്തുപറമ്പിൽ രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, മുഴുപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറും ഇവരിൽ നിന്ന് 16.817 ഗ്രാം മെത്താംഫിറ്റമിനും എക്സൈസ് പിടിച്ചെടുത്തു. കണ്ണൂർ ചിറക്കലിൽ വീടുകൾ കുത്തിത്തുറന്ന് പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. മലപ്പുറം ആനക്കരയിൽ കരിങ്കൽ പടവ് തൊഴിലാളികൾക്ക് സൂര്യാഘാതമേറ്റു. ആനക്കര സ്വദേശി ബിനീഷിനാണ് പൊള്ളലേറ്റത്. നെഞ്ചിലും കഴുത്തിന് പുറകിലും പൊള്ളലേറ്റു. കരിങ്കൽ പടവ് ജോലിക്കിടെയാണ് ബിനീഷിന് പൊള്ളലേറ്റത്. ബിനീഷ് ആശുപത്രിയിൽ ചികിത്സ.
തൃശ്ശൂരിൽ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി കൃഷ്ണമൂർത്തിയെയാണ് ശിക്ഷിച്ചത്. ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവീജ സേതു മോഹൻ്റേതാണ് വിധി. 2020 വീടിന്റെ പുറകുവശത്ത് വെച്ച് കൃഷ്ണമൂർത്തി കുട്ടിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു. അനധികൃത ബോർഡ് നീക്കം ചെയ്യുന്നതിനിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KT അനീഷിനെയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പ്രദേശവാസികളായ ജൻസൺ, ജെറി, ജോർജ് എന്നിവരാണ് അനീഷിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചായത്ത് വാഹനം തടയുകയും ചെയ്തത്. സംഭവത്തിൽ അനീഷിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കാട്ടൂരിൽ മദ്യപിച്ച് പണം ചോദിച്ച വിരോധത്തിൽ ബാറിലെ സെയിൽസ്മാനെ സോഡാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. എടത്തിരുത്തി വെസ്റ്റ് സ്വദേശി മോഹൻലാലിനെയാണ് പണം ചോദിച്ചതിന്റെ പേരിൽ പ്രതി ആക്രമിച്ചത്. സംഭവത്തിൽ മോഹൻലാലിന്റെ പരാതിയിൽ മുനയം സ്വദേശി പ്രണവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ ചേർപ്പിൽ കേൾവിക്കുറവുള്ളയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 യുവാക്കൾ റിമാൻഡിൽ. കണ്ടേശ്വരം സ്വദേശി 73-കാരൻ മണിയെയാണ് ക്രൂരമായി മർദ്ദിക്കുകയും ചൂളക്കട്ട കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കീഴുത്താണി സ്വദേശികളായ വിഷ്ണുപ്രസാദ്, ബാസിയോ, സീജൻ, ആദർശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ച് കോടതി. പൂന്തുറ സ്വദേശി മുഹമ്മദ് സുഹൈബ് ഖാനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 43 വർഷം കഠിന തടവും 80,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഫോൺ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രതി ശ്രീകാര്യത്തുള്ള ഒരു വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സുഹൈബ് പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി. കൊല്ലത്ത് മന്ത്രി OR കേളുവിന് പൈലറ്റ് പോയ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനാപുരം പുനലൂർ റോഡിൽ വാഴത്തോപ്പിലാണ് പോലീസ് വാഹനം തലകീഴായി മറിഞ്ഞത്. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. മന്ത്രിക്കൊപ്പം കോന്നി MLA ജനീഷ് കുമാറും ഉണ്ടായിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. മലപ്പുറം ചങ്ങരംകുളത്ത് ടോറസ് ലോറി തലയിലൂടെ കയറി ഇറങ്ങി വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ യാത്രികനായ നിതിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ചങ്ങരംകുളം മൂക്കുതല സ്വദേശി ആദിത്യന് പരിക്കേറ്റു. ചങ്ങരംകുളം ഭാഗത്തു നിന്ന് നന്നമ്മുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ് ലോറിക്ക് അടിയിലേക്ക് മറിയുകയായിരുന്നു. പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം തിരുവാലിയിൽ കാറും ബൈക്കുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് പരിക്ക്. മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന 2 ബൈക്കുകളുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലം സ്വദേശി പ്രദീപാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഭാര്യയെയും മക്കളെയും എറണാകുളത്തെ ലുലു മാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിനോദത്തിനയച്ച ശേഷം പ്രദീപ് വടക്കാഞ്ചേരിയിലെ തറവാട്ട് വീട്ടിലെത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പരവൂരിൽ അച്ഛൻ മകനെ മദ്യലഹരിയിൽ വെട്ടി. 49-കാരനായ രാജേഷാണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിന്റെ മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. രാജേഷ് സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ. കണ്ണൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മാവിലായി സ്വദേശി VN സുനിൽകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ എളയാവൂർ സ്വദേശി പ്രിയയെയാണ് പ്രതി ആക്രമിച്ചത്. സുനിൽകുമാറുമായി അകന്നു കഴിയുകയായിരുന്നു പ്രിയ. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ച് വീഴ്ത്തി പ്രിയയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രിയ ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസിലെ TTE യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. ഐലൻഡ് എക്സ്പ്രസ് TTE ജയേഷിനാണ് മർദ്ദനമേറ്റത്. TTE മർദ്ദിച്ചത് സൈനികരായ കൊല്ലങ്കോട് സ്വദേശി രതീഷാണെന്നും പരാതി. TTE തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിച്ചു. മലപ്പുറം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സിവിൽ പോലീസ് ഓഫീസർമാർ അക്രമം നടത്തിയെന്ന് CPIM മേരമംഗലം ലോക്കൽ കമ്മിറ്റി.
ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെയും സഹോദരന്മാരുടെ വീട്ടിൽ കയറി പോലീസ് ആക്രമണം നടത്തിയെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്ന് കബളിപ്പിച്ച് 4 പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിന്റെ മാനേജർ അറസ്റ്റിൽ. കുട്ടിത്തടി സ്വദേശിനി ജീവലതയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പുതുക്കാട് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് 3,62,000 രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. പണം കൈപ്പറ്റിയതിൽ പിന്നെ ഇയാളുടെ വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ കൊരട്ടി ചിറങ്ങര സ്വദേശി വൈശാഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈശാഖിനെ കാസർഗോഡ് നീലേശ്വരം സ്റ്റേഷനിൽ സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഓട്ടുപാറ വടക്കാഞ്ചേരി CPIM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മധ്യപ്രദേശിൽ ക്രിസ്തുമത വിശ്വാസികൾക്കും വൈദികർക്കും നേരെയുണ്ടായ RSS ആക്രമണത്തിലാണ് പ്രതിഷേധം. CPIM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്ത് അഡീഷണൽ സെക്രട്ടറി ലിമയെ കോൺഗ്രസ് പ്രതിനിധികൾ ഉപരോധിച്ചു. പഞ്ചായത്ത് പടിക്കൽ ഭക്ഷ്യമാലിന്യവും പ്ലാസ്റ്റിക്കും വലിച്ചെറിഞ്ഞ സംഭവത്തിലാണ് ഉപരോധം. തിരുവനന്തപുരം പാറശാല സബ് RTO ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിനുള്ളിൽ 50,700 രൂപ പിടിച്ചെടുത്തു. RTO ഓഫീസിൽ കണ്ട ഏജന്റിന്റെ പക്കൽ നിന്നാണ് പണം കണ്ടെത്തിയത്. കാശിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. പിടിച്ചെടുത്ത തുക അന്വേഷണം പൂർത്തിയാക്കി ട്രഷറിയിൽ അടയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ പ്രൊഫഷണൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്കും അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓഫീസിൽ ഒഴിവുള്ള UD ക്ലർക്ക് തസ്തികയിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനം നടത്തും. സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത മാതൃകയിൽ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷ ഏപ്രിൽ 30 വൈകിട്ട് 5 മുമ്പായി സമർപ്പിക്കണം. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ 2025 വർഷത്തെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. മികച്ച പരിസ്ഥിതി സംരക്ഷകൻ, പരിസ്ഥിതി ഗവേഷകൻ, പരിസ്ഥിതി പത്രപ്രവർത്തകൻ, പരിസ്ഥിതി ദൃശ്യമാധ്യമ പ്രവർത്തകൻ, പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനം, പരിസ്ഥിതി സംരക്ഷണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലാണ് പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ന്യൂ ഇൻഫ്ര ഇനീഷ്യേറ്റീവ് പ്രൊജക്ടിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലെ 6 ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 6 മാസം ദൈർഘ്യമുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കും. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ മൂലം കടലാക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ടതാണ്. AICC സമ്മേളനം പൂർത്തിയായതോടെ KPCC പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായി നേതാക്കൾ. KPCC അധ്യക്ഷനെ നിലനിർത്തി സജീവമല്ലാത്തവരെ ഒഴിവാക്കി പുനഃസംഘടന വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. ചാർജിങ്ങിനിട്ട സ്കൂട്ടർ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നടത്തി നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. ഹൈറേഞ്ചിൽ വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഇഞ്ചി കൃഷിയിൽ നിന്ന് പിന്മാറി കർഷകർ. ശേഷിക്കുന്ന ഇഞ്ചി കൃഷിയിടങ്ങളും മറ്റു വിളകളിലേക്ക് ചുവടുമാറുകയാണ്.
അതിവേഗ വാർത്ത തുടരുന്നു. കോഴിക്കോട് കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ നശിപ്പിച്ചു. KCB അധികൃതരാണ് കേബിൾ നശിപ്പിച്ചത്. കോഴിക്കോട് എടച്ചേരി, നാദാപുരം, നടുവണ്ണൂർ KCB സെക്ഷനുകൾക്ക് കീഴിലാണ് സംഭവം. KCBയുടെ കിരാത നടപടിക്കെതിരെ പ്രതിഷേധിച്ച് COA KCB നാദാപുരം ഡിവിഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. കൊല്ലം അഞ്ചൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിപ്പെട്ടപ്പോൾ ICDS സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും രക്ഷിതാക്കൾ. ഇടുക്കി വാഴവര വാകപ്പടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അങ്കണവാടി താവളമാക്കി സാമൂഹ്യ വിരുദ്ധർ. അങ്കണവാടി കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ മോഷണം പോയി. 4 വർഷം മുമ്പ് നിർമ്മിച്ച അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. തിരുവനന്തപുരം കാരക്കാട്ട് ഫ്ളാറ്റിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകുന്നതായി പരാതി. മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നുമാണ് മലിനജലം ഒഴുകുന്നത്. ഇടുക്കി പൈനാവിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. ഗസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് സെക്ഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നിർമ്മിക്കും. മലപ്പുറം എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമായി. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുക്കുന്ന സ്ഥലം സന്ദർശിച്ചു. വിദേശ മലയാളി കൂട്ടായ്മയായ ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ പ്രകാശനം നടന്നു. ഭാഷാധ്യാപകനും നിരൂപകനുമായ ജ്യോതിസ് എസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരവും ദേശീയ അവാർഡ് ജേതാവുമായ സുരഭി ലക്ഷ്മി ആശംസകൾ അറിയിച്ചു. കണ്ണൂർ മാടായി തിരുവട്ടൂർക്കാവിൽ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് പൂരം കുളി നടന്നു. പൂരോത്സവ ചടങ്ങുകളായ നാന്തക വാൾപ്പയറ്റും തെക്കിനാക്കൽ കോട്ടയിൽ വെച്ച് അപ്പമെറിയൽ ചടങ്ങും നടന്നു. എറണാകുളം മട്ടാഞ്ചേരിയിൽ കടുത്ത വേനലിൽ ആശ്വാസമായി മൈത്രി സോഷ്യൽ ഗ്രൂപ്പ്. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ 15,000-ഓളം ആളുകളുടെ ദാഹമകറ്റിയ ജനകീയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം പ്രമുഖ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് ചെയർമാൻ ദീപക് പൂജാറയും മറ്റംഗങ്ങളും പങ്കെടുത്തു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തി. രാവിലെ 7 മണിയോടെയാണ് ഗവർണർ പത്നി അനഘ ആർലേക്കർക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയത്. ദേവസ്വം ചെയർമാൻ ഗവർണറെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിലെത്തുന്നത്. തൃശൂർ മണലൂർ മണ്ഡലം ജനകീയ ജാഗ്രതാ സമിതി യോഗം സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA-യുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വ്യാജമദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വാർഡ് തല ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവർ കർശന നടപടിയെടുക്കണമെന്ന് യോഗത്തിൽ വ്യക്തമാക്കി. വിഷു, ഈസ്റ്റർ സമയത്ത് പട്രോളിംഗും പരിശോധനകളും ഊർജിതമാക്കുമെന്നും യോഗം തീരുമാനിച്ചു. തൃശൂർ വാഗ ഗ്രാമലക്ഷ്മി റോഡ് റീടാറിംഗ് പൂർത്തിയായി. 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. തൃശൂർ എളവള്ളിയിൽ കുടുംബശ്രീ വിഷു വിപണന മേള ആരംഭിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, നാടൻ പച്ചക്കറികൾ, വിവിധ തരം തുണിത്തരങ്ങൾ എന്നിവ മേളയിലുണ്ട്. ഏപ്രിൽ 12-ന് മേള സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് മേള ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി 2025-ൽ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജില്ലകൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. തൃശൂർ ജില്ലയ്ക്ക് 3-ാം സ്ഥാനം ലഭിച്ചു. മന്ത്രി MB രാജേഷിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി.
ലഹരിയല്ല ഹരം, ജീവിതമാണ് ഹരം എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ജവഹർ ബാലഭവനിലെ 1-ാം ക്ലാസ് മുതൽ +1 വരെയുള്ള 750 കുട്ടികൾ സ്വരാജ് റൗണ്ടിൽ കൈകോർത്തു. ലഹരി വിമുക്തി ആദ്യം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നുമാണെന്നും ബാലഭവന്റെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്നും ജയരാജ് വാര്യർ. തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ധൈഷണിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നൃത്ത പരിശീലനവും കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്നും വഴിമാറ്റാനും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലനവും ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തും. തൃശൂർ പാവർട്ടിയിൽ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർ ചിത്രത്തിലൂടെ ചിത്ര സാക്ഷാത്കാരം. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബുവും ശിഷ്യനായ ജയൻ അക്കിക്കാവും ചേർന്ന് ഒറ്റ വലിപ്പത്തിലുള്ള ക്യാൻവാസിൽ ആക്രിലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചു. 10 അടിയോളം നീളവും 8 അടിയോളം ഉയരവുമുള്ള ക്യാൻവാസിലാണ് ചിത്രം വരച്ചത്. ചിത്രം വരച്ചത് ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം. തൃശൂർ പുത്തമ്പീടിക KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തൃശൂർ പുറത്തൂരിൽ ഗ്യാസ് വില വർധനവ് പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പാചക ഗ്യാസിന് വില വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും നിർത്തലാക്കിയ ഗ്യാസ് സബ്സിഡി പുനരാരംഭിക്കണമെന്നും പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തൃശൂരിൽ സുറിയാനി സഭയുടെ 34ാമത് കൽദായ കൺവെൻഷൻ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ മാർ ഔഗിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഫാദർ നിജിൽ ജേക്കബ് വർഗീസ് സുവിശേഷ ദൂത് പങ്കുവച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഓശാന ഞായറാഴ്ചയോടെ സമാപിക്കും. ഇടുക്കിയിലെ കുടിയേറ്റ സ്മാരകം ഉടൻ തന്നെ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ. ആർച്ച് ഡാമിന് സമീപമുള്ള ഇടുക്കി പാർക്കിലാണ് മ്യൂസിയം വികസിപ്പിക്കുന്നത്. കുടിയേറ്റത്തിന്റെ ചരിത്രം ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം ടൂറിസം വകുപ്പ് പൂർത്തിയാക്കുന്നത് 3 കോടി രൂപയ്ക്കാണ്. 5 ഏക്കർ സ്ഥലത്തായാണ് മ്യൂസിയം വ്യാപിച്ചു കിടക്കുന്നത്. മ്യൂസിയത്തിനുള്ളിൽ 7 വ്യത്യസ്ത പ്രദർശനങ്ങളിലായി ശില്പങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും അധികൃതർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവജനങ്ങൾക്കിടയിൽ ലഹരി മരുന്നുകളുടെ കടന്നുവരവ് തടയാൻ ക്രിക്കറ്റ് പരിശീലനം നൽകി അന്തിയൂർ കോണം സ്വദേശിയായ സോനു എസ് പോൾ. സ്കൂൾ തലം മുതൽ കായിക രംഗത്തേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്. ചിത്ര ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. N സതീഷ് സ്മാരക വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയും CK രാമകൃഷ്ണൻ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുമുള്ള 4ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മണലൂർ MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ 173% വർധനവ്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗങ്ങളായ വിദേശ കമ്പനികളിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തൽ. ദുബായിയുടെ മികച്ച വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യയെന്ന് ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബയാത്ത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ലഗേജിന്റെ ഉത്തരവാദിത്തം യാത്രക്കാരന് മാത്രമാണെന്ന് ഡൽഹി ഹൈക്കോടതി. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയോ ദുഷ്പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ മോഷണത്തിന് റെയിൽവേ ബാധ്യസ്ഥരല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് രവീന്ദർ ദുദേജയാണ് വിധി പുറപ്പെടുവിച്ചത്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ CPOമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയായി. പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്ത് ഏറ്റവും നല്ല ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് KSEBയുടെ അധീനതയിലുള്ള 59 അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള KSEB നീക്കത്തിൽ ആശങ്ക. ഇടുക്കിയിലെ 24 അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക. പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ്.
തക്കാളി വില ഇടിഞ്ഞതോടെ കർണാടകയിൽ വിളവെടുപ്പ് നിർത്തി കർഷകർ. മൊത്ത വിപണന കേന്ദ്രമായ കോലാർ MPMC മാർക്കറ്റിൽ തക്കാളിക്ക് ലഭിക്കുന്നത് കിലോയ്ക്ക് 2 മുതൽ 13 രൂപ വരെ മാത്രം. 15 കിലോ തക്കാളിയുടെ ബോക്സിന് 30 രൂപ വരെ ഇടിഞ്ഞു. വിളവെടുക്കുന്നവർക്ക് കൂലി നൽകാൻ പോലും വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ വ്യക്തമാക്കി. സ്മാർട്ടായി സർക്കാർ ആശുപത്രിയിലെ സേവനങ്ങൾ. വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ സജ്ജമാക്കി സർക്കാർ. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ആയിരത്തി 1986 യൂണിറ്റ് സ്കോർപിയോ പിക്കപ്പുകൾ സൈന്യത്തിലേക്ക് നൽകാൻ മഹീന്ദ്ര. ഇതുമായി ബന്ധപ്പെട്ട് 2700 കോടി രൂപയുടെ കരാർ ഇന്ത്യൻ സൈന്യവും മഹീന്ദ്രയും തമ്മിൽ ഉറപ്പിച്ചു. സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് സുരക്ഷയിലും പ്രകടനത്തിലും മുൻപന്തിയിലുള്ള വാഹനങ്ങൾ. സ്കോർപിയോ പിക്കപ്പ് ട്രക്കുകൾ അത്തരം ആവശ്യങ്ങൾക്ക് ഏറെ ഉചിതമാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന നോബഡി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആരംഭിച്ചു. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എക്സ്പെരിമെന്റ്സ് എന്നീ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ജാതി, നിറം എന്നിവയുടെ ആഴത്തിലുള്ള പ്രശ്നങ്ങളെ ആവേശത്തോടെ അഭിമുഖീകരിക്കുന്ന എജ്ജാതി എന്ന ഗാനം ശ്രദ്ധ നേടും. മലയാളത്തിലെ ആദ്യ ത്രാഷ് മെറ്റൽ ഗാനം എന്ന ലേബലിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഈ സോങ് വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ ചിദംബരമാണ്. തൃകയുടെ ബാനറിലാണ് ഗാനം നിർമ്മിച്ചത്. സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തിറങ്ങി തൃശൂർ പാടൂർ സ്വദേശി ലുക്മാനുൽ ഹക്കീം. ഉസ്ബെക്കിസ്ഥാനിൽ ഏപ്രിൽ 14 മുതൽ 20 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അണ്ടർ 18 കാറ്റഗറിയിലാണ് ലുക്മാനുൽ ഹക്കീം മത്സരിക്കുന്നത്. മാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ടീം ക്യാപ്റ്റനാവുക രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്സറുദ്ദീൻ. ഏപ്രിൽ 20 മുതൽ 26 വരെ 5 ഏകദിന മത്സരങ്ങളാണ് ഉണ്ടാവുക. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.